മാസപ്പടി വിവാദത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ കോടതിയെ സമീപിച്ചത് മുഖ്യമന്ത്രിക്കും വീണ വിജയനും CMRL കമ്പനിക്കുമെതിരെ. സ്വകാര്യ കരിമണൽ കമ്പനിയെ സഹായിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് നീക്കം നടത്തിയെന്ന് MLA. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കും CMRL കമ്പനിക്കുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ കോടതിയെ സമീപിച്ചു. ഹർജി 14-ന് വീണ്ടും കോടതി പരിഗണിക്കും. തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ഹർജി പരിഗണിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ, CMRL MD എക്സാലോജിക് എന്നിവരെ എതിർകക്ഷികളാക്കിയാണ് മാത്യു കുഴൽനാടന്റെ ഹർജി. സമാന സ്വഭാവമുള്ള ഹർജികൾ മറ്റു കോടതികളിൽ നൽകിയിട്ടുണ്ടോ എന്ന് വ്യക്തമല്ലെന്നും ഇക്കാര്യം പരിശോധിക്കണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. തുടർന്നാണ് ഹർജി പരിഗണിക്കുന്നത് 14-ലേക്ക് മാറ്റിയത്. CMRL കമ്പനിക്ക് തോട്ടപ്പള്ളിയിൽ നിന്നും കരിമണൽ കടത്താൻ സർക്കാർ അനുമതി നൽകിയതിലടക്കം നിരവധി ആരോപണങ്ങളാണ് മാത്യു കുഴൽനാടൻ ഹർജിയിൽ ഉന്നയിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനമായ KMML മുൻനിർത്തി സ്വകാര്യ കമ്പനിയെ സഹായിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് നീക്കം നടത്തിയെന്നാണ് പ്രധാന ആരോപണം. ഇതിന് ഫലമായി വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയിലേക്ക് മാസപ്പടി നൽകിയെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. മാത്യു കുഴൽനാടന്റെ ഹർജി ഫയലിൽ സ്വീകരിക്കുന്നതിനെതിരെ സർക്കാർ അഭിഭാഷകൻ എതിർത്തു. ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി അടുത്ത മാസം 14-ന് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസ് ഡയറക്ടറോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനന വിഷയത്തിൽ പിണറായി വിജയനെതിരെ മാത്യു കുഴൽനാടൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ആരോപണം ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രി CMRL കമ്പനിക്കായി ഇടപെട്ടെന്നും വൻ ലാഭമുണ്ടാക്കാൻ കരിമണൽ നിസ്സാര വിലയ്ക്ക് നൽകിയെന്നും അദ്ദേഹം ആരോപിച്ചു. 40,000 കോടി രൂപയുടെ കരിമണൽ ഖനനം ചെയ്തു. സംസ്ഥാനത്തിന് ഇതുവഴി വലിയ നഷ്ടമുണ്ടായി. CMRL ആരോപണങ്ങളിൽ സർക്കാരിനോ പാർട്ടിക്കോ മറുപടിയില്ല. ഇതിനെക്കുറിച്ച് വ്യവസായ മന്ത്രി മറുപടി നൽകിയത് ഒറ്റവരി മാത്രമാണ്. മുഖ്യമന്ത്രിയാണ് ഈ അഴിമതിയുടെയെല്ലാം പിന്നിൽ. മകളെ പൊതുസമക്ഷത്ത് വലിച്ചു കീറാൻ ഇടകൊടുക്കാതെ മുഖ്യമന്ത്രി ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാവണമെന്നും വീണ വിജയനാണ് ഇതിന് ഉത്തരവാദിയെങ്കിൽ അതും തുറന്നു പറയാൻ തയ്യാറാവണമെന്നുമാണ് മാത്യു കുഴൽനാടൻ ചൂണ്ടിക്കാട്ടിയത്.